17 ലോകത്തെ എല്ലാവരെയും ദക്ഷൻ യാഗത്തിനായി ക്ഷണിക്കുകയുണ്ടായി. എങ്കിലും പിതാവിനോടുള്ള സ്നേഹം മൂലം സതിയും യാഗത്തിലേക്ക് പോകാനൊരുങ്ങി. പോയാൽ അപമാനിക്കപ്പെടുമെന്നും തൻ്റെ വാക്ക് ധിക്കരിച്ചു പോയി അപമാനിക്കപ്പെട്ട് തിരിച്ചു വന്നാൽ കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവനും സതിയോട് പറയുകയാണ്. എങ്കിലും തൻ്റെ തീരുമാനത്തിൽ ഉറച്ച് അച്ഛൻ്റെ യാഗവേദിയായ കൊട്ടിയൂരിലേക്ക് സതീദേവി പുറപ്പെടുകയുണ്ടായത്രേ. യാഗസ്ഥലത്ത് എത്തിയെങ്കിലും ദക്ഷൻ ഉൾപ്പെടെ ആരും തന്നെ സതീദേവിയെ പരിഗണിച്ചതേയില്ല. പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അപമാനിക്കുകയും ചെയ്തു. യാഗത്തിൽ ഹവിർഭാഗം തൻ്റെ ഭർത്താവായ പരമേശ്വരന് വയ്ക്കാത്തത് ദേവി ചോദ്യം ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതിനെയും ദക്ഷൻ പരിഹസിച്ചു. പരിഹാസം സാക്ഷാൽ പരമശിവനെതിരെയും നീണ്ടു. ഇതൊക്കെ കേട്ട സതീദേവി അപമാനഭാരത്തിൽ ആ യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കുകയുണ്ടായത്രേ. ഇതറിഞ്ഞ ശിവൻ കോപിഷ്ഠനായി. കോപത്തിൻ്റെ ആധിക്യത്തിൽ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചത്രേ.